പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. മറ്റു വഴികൾ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മുട്ട് മടക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ ഡൈവോഴ്സ് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാകുന്നു. ഇതേ തുടർന്ന് ഒടുവിൽ നൽകിയ രേഖകൾ തിരികെ കൊടുക്കുന്നതിന് തയ്യാറാവുകയാണ് രാഹുൽ. എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങണം, അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ആ കാര്യം ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. ഇതോടെ നിന്നെ അതുപോലെ പൂട്ടിയത് കൊണ്ടാടാ. ഇവിടെ നിന്ന് നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയാലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലുള്ള കൊടുക്കാണ് ഇവർ ഇപ്പോൾ നിനക്കെതിരെ കൊടുക്കിയിട്ടുള്ളത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരി, കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കട്ടെ. ഇതോടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതേ സമയം നീനയുടെ അമ്മ എത്തുകയാണ് റാംമോഹനെ കാണാൻ. ഇതാ, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. നിങ്ങൾ എഴുതി കൊടുത്ത ആധാരം. ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കണം. ശരി, ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ അവൻ ഇവിടേക്ക് വന്നു പോകരുത്. എന്നിട്ട് ആ ആധാരം കത്തിക്കുന്ന റാംമോഹൻ, ഈ വീട്ടിലേക്ക് ഇനി അവൻ വന്നാൽ അവനെ ഞാൻ ഇതുപോലെ കത്തിക്കും. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായാൽ നല്ലത്. മനസ്സിലായോ? ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ് അവർ. ഇതോടെ തിരികെ എത്തുന്ന ഇഷയോട് കാര്യങ്ങൾ പറയുകയാണ് റാംമോഹൻ. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നീ പരാതി പിൻവലിച്ചേക്ക്. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട. ശരി അച്ഛാ എന്ന് പറഞ്ഞു പോകുന്ന അവൾ ഇതേ തുടർന്ന് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ. അവിടെ വെച്ച് നീനയെ കാണുകയും ചെയ്യുന്നു. വിജയിച്ചുകൊണ്ടുള്ള വരവാണ് അല്ലേടി? അതെ, വിജയിച്ചുകൊണ്ട് തന്നെയാ. അതിലിപ്പോൾ എന്താ സംശയം? എനിക്ക് വിജയിക്കാൻ അവകാശമില്ലേ? നിങ്ങളുടെ ചതിയിൽ വീണ് എന്നും അവിടെ തന്നെ കിടക്കുമെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. മനസ്സിലാക്കിയോ നീ ആ കാര്യം? ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. ഇതോടെ സ്റ്റേഷനിലേക്ക് പോകുന്ന ഇഷ, പരാതി പിൻവലിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാഹുൽ, നിനക്ക് നൽകിയ വാക്ക് ഞാൻ പാലിക്കും. അതുപോലെ തന്നെ എനിക്ക് നൽകിയ വാക്ക് നീയും പാലിക്കണം. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഉഡായിപ്പ് ഇതിനിടയിൽ കൂടെ നീ എടുത്താൽ അതിനുള്ള തിരിച്ചടി നിനക്ക് തന്നെ ലഭിക്കും. ഇതും പറഞ്ഞ SIയെ ചെന്ന് കണ്ട് പരാതി പിൻവലിക്കുകയാണ് ഇഷ. ഇതോടെ ഇറങ്ങുകയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് രാഹുൽ. ഹോ, രക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന അവൻ നീനയോടും അമ്മയോടും, നമ്മളെ കുടുക്കിയതുപോലെ അവരെയും കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. അവൾ കാണിച്ചു കൂട്ടിയതിനെല്ലാം തിരിച്ചടി കൊടുക്കണം. നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും രാഹുൽ. കുറച്ച് സമയം താ, നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് അവർ. ഇതിനിടയിലാണ് ഇപ്പോൾ ദേവബാലയെ രാഹുൽ ചെന്ന് കാണുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.